BJPക്കകത്ത് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇന്നത്തെ സംഭവം സൂചിപ്പിക്കുന്നത്. അവർക്ക് അത് അവസാനിപ്പിക്കാൻ കഴിയുന്ന കാര്യമല്ല. കാരണം അത് അവസാനിപ്പിക്കണമെങ്കിൽ C. കൃഷ്ണകുമാർ എന്ന് പറയുന്ന നേതാവിന്റെയും കുടുംബത്തിന്റെയും ആധിപത്യം പാലക്കാട് അവസാനിക്കേണ്ടി വരും. അതിനെന്തായാലും മുരളീധരനും സുരേന്ദ്രനും തയ്യാറാവില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇത് പ്രശ്നം പ്രശാന്തോ അതല്ലെങ്കിൽ അവിടെയുള്ള സ്മിതേഷോ സാബോ ഒന്നുമല്ല. യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് C. കൃഷ്ണകുമാർ എന്ന് പറയുന്ന നേതാവിന്റെയും സുരേന്ദ്രന്റെയും മുരളീധരന്റെയും ഒരു കോക്കസ് കേരളത്തിലെ BJPയെ വിഴുങ്ങി എന്നതാണ് പ്രശ്നം. അത് പാലക്കാട് മാത്രം പ്രശ്നമല്ല, കേരളത്തിലുടനീളം. ജയകുമാറിനെ പോലെ ഒരാൾ പിന്നീട് പല വാർത്തകളിലും പ്രധാനപ്പെട്ട കേന്ദ്രമായ ആൾ, ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. ഹൊസബലയുമായുള്ള കൂടിക്കാഴ്ച, അതിനിട നിലനിന്ന അജിത്തിന്റെ പഴയ സുഹൃത്ത്, സഹപാഠി, അങ്ങനെ വലിയ പദാവലികളൊക്കെ അദ്ദേഹത്തെ പറ്റി ഉണ്ടായിരുന്നു. ഞാനത് അവിടെ വിടുകയാണ്. ജയകുമാർ അടക്കം താങ്കളെ വന്ന് കണ്ടില്ലേ? എന്നിട്ട് താങ്കൾ അതിന് വഴങ്ങിയില്ലല്ലോ. അപ്പോൾ അത് ഏത് ഉപാധി അവരംഗീകരിക്കാഞ്ഞതുകൊണ്ട് താങ്കൾ വഴങ്ങാതിരുന്നത്? ഇന്നിപ്പോൾ ഈ പ്രമീളയും കൃഷ്ണദാസും അടക്കമുള്ളവർ, ഈ ശിവരാജൻ അടക്കമുള്ളവർ ഏതുപാധി അംഗീകരിക്കപ്പെടും എന്ന ഉറപ്പിലാണ് ഇപ്പോൾ സംഘത്തിന് വഴങ്ങിയിരിക്കുന്നത്. അപ്പോൾ സംഘത്തിൻ്റെ മഹാത്മ്യമൊന്നും വേണ്ട. ചില കാര്യങ്ങൾ അവർ പറഞ്ഞാൽ നടക്കും, അങ്ങനെ നടക്കുമെന്ന് അത് കേട്ടവർക്ക്, ആവലാതി പറഞ്ഞവർക്ക് ബോധ്യമുണ്ട് എങ്കിൽ അവരവിടെ തുടരും. താങ്കൾക്ക് ആ ബോധ്യമില്ലായിരുന്നു, താങ്കൾ ഇറങ്ങി പോവുകയും ചെയ്തു. സംഘമാഹാത്മ്യം അതുകൊണ്ട് ഇവിടെ ആരെങ്കിലും വാഴ്ത്തിപ്പാടേണ്ട കാര്യമുണ്ടോ സന്ദീപേ? വേണു, അത് വാസ്തവത്തിൽ ഈ സംഘം പറഞ്ഞത് കേട്ടു എന്നൊക്കെ പറയുന്ന വാസ്തവത്തിൽ ഗതികേടാണ്. അത് അവർ ജീവിക്കുന്ന ടെറൈൻ്റെ പ്രശ്നമാണ്. എനിക്ക് ആ പ്രയാസം ഇല്ലാത്തത് കൊണ്ടാണ്. എനിക്ക് ഈ പറയുന്ന ആളുകളുടെ ഭീഷണിയൊന്നും ഭയമില്ലാത്തത് കൊണ്ടും എനിക്ക് ഇവരുടെ ഒന്നും ഔദാര്യം ആവശ്യമില്ല എന്ന് നല്ല ധൈര്യമുള്ളത് കൊണ്ടും എനിക്ക് എൻ്റെ കഴിവിൽ ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമാണെന്ന് ബോധ്യമുള്ളത് കൊണ്ടും ഇറങ്ങിപ്പോരാൻ ധൈര്യം കാണിച്ചു എന്നുള്ള വസ്തുതയാണ്. അപ്പുറത്ത് ജീവിക്കുന്ന ടെറൈൻ്റെ പ്രശ്നങ്ങളുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. പാലക്കാട് ടൗണിൽ ജീവിക്കുന്ന ഒരാൾക്ക് പ്രതികരിക്കാൻ കഴിയുന്ന ചില പ്രയാസങ്ങളുണ്ട്. CPMന്റെ കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിനുള്ളിൽ താമസിക്കുന്ന ഒരാൾക്ക് CPMനെതിരെ നടത്തുന്ന പ്രതികരണങ്ങളിൽ അവധാനതയുണ്ടാകും. ആ മാറ്റം, അല്ലെങ്കിൽ മലപ്പുറത്തെ ഒരു സഖാവ് നടത്തുന്ന പ്രതികരണം ആയിരിക്കില്ല കണ്ണൂരിലെ പാർട്ടി ഗ്രാമത്തിലെ ഒരു സഖാവ് എന്നത്. രണ്ട് ടെറൈനുകളാണ്, രണ്ടും മാറ്റമുണ്ട്. ആ മാറ്റം അവിടെ സംഭവിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉയർത്തിപ്പിടിച്ച നിലപാടിൽ നിന്ന് അണുവിട മാറാൻ ഞാൻ തയ്യാറായില്ല. ആ തയ്യാറാവാത്തതിന് കാരണം എൻ്റെ സെൽഫ് റെസ്പെക്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ആത്മാഭിമാനം പണയം വെച്ച ഒരു നിമിഷം പോലും ആ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ഫാക്ടറി തുടരില്ല എന്ന നിലപാട് ഞാൻ സ്വീകരിച്ചു. ആ സ്വീകരിച്ച നിലപാട് ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്.